ഹലോ കുട്ടികളെ, +2 എൻ്റെ എല്ലാ കുട്ടികളും ഇപ്പം +2 പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ എഴുതി തീർന്നു കാണാം. കുറേ കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ട്, കുറേ കുട്ടികൾക്ക് ഇനി 1-2 എക്സാംസ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ എക്സാമിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ എല്ലാവരും കാണും. ഇത് മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ, ഇത് മോഡലിലെ ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മര്യാദക്കൊക്കെ പഠിച്ചില്ലെങ്കിൽ 8 നിലയിൽ പൊട്ടും. ബിറ്റ്വീൻ പഠിക്കാനൊന്നും സമയമില്ല. ഓക്കെ, മോഡലിൻ്റെ ടൈം ടേബിൾ ഇതാണ്. +2 മോഡലിൽ ഇത് +2 മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ. മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ 8 നിലയിൽ പൊട്ടും. കാരണം ഇംഗ്ലീഷ് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, ആ ദിവസം പഠിച്ചങ്ങ് തീർക്കാം. ഫിസിക്സ് കണ്ട ഒരു ദിവസമേ ഉള്ളൂ ഗ്യാപ്പ്. ബയോളജി ഒരു ദിവസം കൊണ്ട് ബയോളജി എവിടെ പഠിച്ച് തീർക്കാനാണ്? കുറേ കടൽ പോലെ കിടക്കയില്ലേ. 2 ദിവസമേ ഉള്ളൂ കെമിസ്ട്രി. അപ്പോൾ നിങ്ങളായിരിക്കും കെമിസ്ട്രിക്ക് 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു പുണ്ണാക്കം പഠിക്കാൻ പോകുന്നില്ല. ഓർഗാനിക് കെമിസ്ട്രി 4 ചാപ്റ്റർ ഉണ്ട്. തുടങ്ങിയ പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ മൂക്കൊട്ട് ഇഷ ഇണ്ണ ഇത്ത ഇമ്മ വരച്ചുകൊണ്ടിരിക്കും. മുൻപേ പഠിച്ചു തീർക്കണം. മാത്സിന് സമയം കിട്ടി, എന്തോ ഭാഗ്യം, ആരോ ചെയ്ത പുണ്യത്തിൽ നിങ്ങൾക്ക് മാത്സിന് സമയം കിട്ടി. ഇതിൻ്റെ ബാക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണും. +1 ഓടിപ്പോയി ഇമ്പ്രൂവ് ചെയ്യേണ്ട പിള്ളേർ കാണും. ഇതിൻ്റെ ഇടയിൽ എല്ലാം കൊണ്ട് കഷ്ടകാലമാണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കോട്ടെ, 19 സെക്കൻഡ് ലാംഗ്വേജോ അത് നിങ്ങൾ പഠിച്ചെടുത്ത് എഴുതിക്കോളും. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡേഞ്ചറിൽ കിടക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. കെമിസ്ട്രി ഇത്ര ഡേഞ്ചറാണ്. നിങ്ങൾ 2 ദിവസം സമയമുണ്ടെന്ന് വിചാരിക്കരുത്. യു ആർ ഇൻ എ ഡേഞ്ചർ സോൺ. ഓക്കെ, കെമിസ്ട്രി നിങ്ങൾ ഭയങ്കര ഡേഞ്ചറാണ്. അത്രയും സമയം 2 ദിവസം കൊണ്ട് തീരത്തില്ല. നമ്മൾ നേരത്തെ പഠിച്ച് തീർത്ത് വയ്ക്കണം. പിന്നെ ഫിസിക്സും ബയോളജിയും അഫ്കോഴ്സ് ഡേഞ്ചറാണ്. അപ്പോൾ ഈ 3 സാധനവും തീർത്ത് വെക്കണം നിങ്ങൾ. അപ്പോൾ ഈ മോഡൽ എക്സാമിന് ഫസ്റ്റ് ഫിസിക്സ് ആണ് മോഡൽ എക്സാം വന്നത് 17-ാം തീയതി. അപ്പോൾ ഈ ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ഞാൻ എപ്പോഴും മോഡൽ എക്സാം നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കൺസിഡർ ചെയ്യരുതെന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി കൺസിഡർ ചെയ്ത് ഫിസിക്സിൻ്റെ മോഡൽ എക്സാം മെയിൻ എക്സാം ആയിട്ട് കൺസിഡർ ചെയ്ത് അങ്ങ് പഠിക്കുക, കുത്തിയിരുന്ന് അങ്ങ് പഠിക്കുക. യു ആർ ഗോയിങ് ടു റൈറ്റ് ദ മെയിൻ എക്സാമിനേഷൻ ഫിസിക്സ്. എല്ലാ ചാപ്റ്ററും നല്ല വെടിപ്പായിട്ട് പഠിച്ചിട്ട് പോയി എഴുതുക ഫിസിക്സ് ഫസ്റ്റ് ദിവസം. സെക്കൻഡ് മാത്സും 18-ാം തീയതി ഉണ്ട്. മാത്സും പറ്റുമെങ്കിൽ ഒരു 2 ചാപ്റ്ററെങ്കിലും 2-3 ചാപ്റ്റർ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷനും ഫോർ ഫുൾ മാർക്ക് വാങ്ങിക്കേണ്ട കുട്ടികൾ. പാസ് മാർക്കിന് വേറെ ഞാൻ ക്ലാസ്സുകൾ എടുത്ത് തരും. ലൈവ് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് ഞാൻ എടുത്ത് തരും. ഞാനിപ്പോൾ ഒരു 1 വീക്ക്, ഇന്ന് മുതൽ ഞാൻ ഒരു 1 വീക്ക് സ്ഥലത്ത് കാണത്തില്ല. നാളെ മുതൽ 10-ാം തീയതിക്ക് ശേഷം +2 ലൈവ് ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മാത്സും പഠിക്കുക, ബാക്കിയെല്ലാം ഓരോ ദിവസം സമയമുണ്ട്. കെമിസ്ട്രി നല്ല വെടിപ്പായിട്ട് പഠിച്ചിട്ട് പോയി എഴുതുന്നത് 3-4 ചാപ്റ്ററെങ്കിലും പഠിക്കുക. ഇതാണ് മോഡൽ എക്സാമിന് ടൈം ടേബിൾ. അല്ലെങ്കിൽ ഫിസിക്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതുക കേട്ടോ. ഫിസിക്സിന് ഇവിടെ ഒരു ദിവസം സമയമുള്ളൂ. പക്ഷേ ആദ്യം ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ച് തീർത്തെഴുതാം. ഇവിടെ പഠിച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആവും. 5-ാം തീയതി എക്സാം, 17-ാം തീയതി ഫിസിക്സ് നന്നായിട്ട് പഠിച്ച് തീർത്ത് ഫുൾ ചാപ്റ്റർ പഠിച്ച് തീർത്ത് പോയാൽ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വരുന്ന കെമിസ്ട്രി എങ്ങനെ പഠിക്കണമെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് കെമിസ്ട്രിയിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കെമിസ്ട്രിയുടെ ലൈവ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞുതരാം. ദ ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ എന്നാണ് ഞാൻ ഹെഡിങ് കൊടുക്കാൻ പോകുന്നത്. കാരണം ഇതിനേക്കാളും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചു, നോ പ്രോബ്ലം. ഓക്കെ, കെമിസ്ട്രിയിലെ ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ എപ്പോഴും ഞാൻ പിള്ളേരുടെ പറയാറുള്ളത്, നിങ്ങളൊരു പോർഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണ്ടേ? സാറേ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ നിങ്ങൾ തിരിച്ചറിയണ്ടേ? അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി തുടക്കത്തിൽ ഒരു കുഞ്ഞു ചാപ്റ്റർ പഠിക്കണ്ടേ? അങ്ങനെ നിങ്ങൾ കെമിസ്ട്രി തുറന്നു നോക്കുമ്പം ഇതിൽ ഏതാണ് ഈസി ചാപ്റ്റർ എന്ന് +2 കെമിസ്ട്രി നോക്കിയാൽ ഒന്നും തന്നെ ഈസി ചാപ്റ്റർ ഇല്ല. വേണമെങ്കിൽ പേരിന് പറയാൻ പറ്റുന്ന ഒരു ഈസി ചാപ്റ്റർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇതാണ്. അപ്പം സ്റ്റഡി ടൈം ടേബിൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ 6-ാം തീയതി മുതൽ പഠിക്കാതിരുന്നോ. 6/2/15 മുതൽ പഠിക്കാതിരി. ഓക്കെ, 5-ാം തീയതി ഇരുന്നാൽ നാളെ ഇരുന്നാൽ അത്രയും നല്ലത്. ഞാൻ 6-ാം തീയതി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഓക്കെ. 6-ാം തീയതി രാവിലെ 4 മണിക്ക് ഉറക്കം എണീക്കണം. പറ്റിയില്ലെങ്കിൽ 5 മണിക്ക് കഴിക്കണം. ഒരു 4 to 5 മണിക്കൂർ അല്ലെങ്കിൽ 5 to 6 മണിക്കൂർ മാക്സിമം ഉറങ്ങിയാൽ മതി. പൂത്ത് കിടന്ന് ഉറങ്ങരുത്. ഇപ്പോൾ എല്ലാവരും വീട്ടിലാണെന്നറിയാം. രാത്രി 12 മണിയിൽ ഇരുന്ന് പഠിക്കുക, രാവിലെ 5 മണിക്ക് കഴിക്കുക. 11 മണിയിൽ ഇരുന്ന് പഠിച്ചാൽ 4 മണിക്ക് കഴിക്കുക. 1 മണിയിൽ ഇരുന്ന് പഠിച്ചാൽ 6 മണിക്ക് കഴിക്കുക. ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം. മൊബൈലിനടുത്ത് വല്ല ഫ്രിഡ്ജിൻ്റെ അകത്തോ ഫ്രീസറിൻ്റെ അകത്തോ കൊണ്ടുവയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ചവറ് സാധനങ്ങൾക്ക് 1 മാസത്തേക്ക് ടാറ്റ ബൈ ബൈ സിയോ. 1 മാസം അവന്മാരെ ഡൈവോഴ്സ് ചെയ്തിട്ട് വേണം വന്നിരുന്ന് പഠിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ലൈഫ് കോനാട്ടായിപ്പോൾ. ഇവിടെ നോക്കിക്കോ, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. അല്ല 4:45 എഴുന്നേറ്റ്, ഞാൻ എപ്പോഴും പറയാമല്ല, പല്ലൊക്കെ തേച്ചൊന്ന് വൃത്തിയായിട്ട് 5 മണിക്ക് പഠിക്കാതിരിക്കുക. 6 മണി വരെ വേണ്ട, 3/4 മണിക്കൂർ പഠിച്ചാൽ കേട്ടോ. 5:45 വരെ ഉറക്കം തൂങ്ങരുത്. തലയിലിട്ട് ഞാൻ കൊട്ടുതരും. 5 മണി മുതൽ 5:45 വരെ രാവിലെ എഴുന്നേൽക്കുക. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. കെമിക്കൽ കൈനറ്റിക്സ്
കെമിക്കൽ കൈനറ്റിക്സിൽ ഞാൻ ടോപ്പിക് എഴുതി തരാം. മാത്സ് ആണെങ്കിൽ നമ്മൾ പോർഷനെ കൊടുക്കുള്ളൂ, ചാപ്റ്ററെ കൊടുക്കുള്ളൂ. ടോപ്പിക് എഴുതി തരാം. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഈ സമയം കവർ ചെയ്യേണ്ടത് എന്താണ് റേറ്റ്, റേറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം, റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ പഠിക്കാം, റേറ്റ് എക്സ്പ്രഷനും റേറ്റ് ലോ ഇക്വേഷനും എഴുതാൻ പഠിക്കാം. എന്താണ് റേറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, റേറ്റ് എക്സ്പ്രഷനും റേറ്റ് ലോ ഇക്വേഷനും എന്ത് ചെയ്യുക പഠിക്കുക. ഓക്കെ, ഏത് ക്വസ്റ്റൻ എന്നാലും റേറ്റ് എഴുതാനും റേറ്റ് ലോ ഇക്വേഷനും എഴുതാൻ പഠിക്കുക. ദെൻ അവിടെ തന്നെ ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിയുടെയും ഡിഫറൻസും കൂടെ പഠിക്കുക. ഓർഡറും മോളിക്കുലാരിറ്റിയുടെയും ഡിഫറൻസും കൂടെ പഠിക്കുക. ഇത്രയും നിങ്ങൾക്ക് ആ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും. എന്നിട്ട് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് 6 to 6:45 വരെ തിരിച്ചു വരിക. ബാക്കി ആ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുക. ഓർഡറും മോളിക്കുലാരിറ്റിയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക. ഫസ്റ്റ് ഓർഡറിൻ്റെ എന്ത് പഠിക്കുക നിങ്ങൾ, ഇൻ്റഗ്രേറ്റഡ് എന്ത് ചെയ്യുക, റേറ്റ് ഇക്വേഷൻ പഠിക്കുക. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക. 1 മണിക്കൂർ ടൈം എടുത്തു. അടുത്ത് 7 മണി, 7 to 7:45 വരെ സീറോത്ത് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും ഹാഫ് ലൈഫ് പഠിക്കുക, ടി ഹാഫ് പഠിക്കുക. ഇതൊക്കെ ഉണ്ട് കേട്ടോ ചാപ്റ്ററിൽ പോർഷനായിട്ട്. ടി ഹാഫ് പഠിക്കുക. ഞാൻ ഒരു ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ എഴുതി തരും. ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യണം. ആദ്യം സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പം ഏതൊക്കെ പോർഷൻസ് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവും. ആ പോർഷൻസ് പഠിക്കാം. അപ്പോൾ 7 മുതൽ 7:45 വരെ. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 8:30 ആകുമ്പോൾ 8:30 മുതൽ 9:15 വരെ. 8:30 മുതൽ 9:15 വരെ സീറോത്ത് ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡറിൻ്റെയൊക്കെ ഹാഫ് ലൈഫ് എല്ലാമായി. ഇനി ഈ ചാപ്റ്ററിൽ എന്താ ഉള്ളത്, ഞാൻ മറന്നുപോയി, ടെക്സ്റ്റ് എടുത്ത് നോക്കില്ല. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും തന്നെ. ഇനിയുള്ളത് അറീനിയസ് ഇക്വേഷൻ പഠിക്കാം. ആക്ടിവേഷൻ എനർജിയുടെ അറീനിയസ് ഇക്വേഷൻ പഠിക്കാം. അറീനിയസ് ഇക്വേഷൻ ആൻഡ് ഇയുടെ പ്രോബ്ലംസ് പഠിക്കാം. വീണ്ടും ഒരു 9:30 മുതൽ 10 മണി വരെ പ്രോബ്ലംസ് ആ ചാപ്റ്ററിൽ 10:30 വരെ പഠിച്ചോണേ. പ്രോബ്ലംസ് ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ് പഠിക്കുമ്പം ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു 10:45 വരിക. 10:45 വരിക. ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക. അത് കുറച്ച് സ്റ്റാർട്ട് ചെയ്യുക. 1 മണിക്കൂർ പഠിക്കുക. 10:45 to 11:45 വരെ പഠിക്കുക. പോർഷൻ എഴുതിയിരുന്നില്ല, ഓർഗാനിക് കെമിസ്ട്രിയിൽ പോർഷൻ എഴുതുന്നില്ല, ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. 1 മണിക്കൂർ എന്ത് ചെയ്യുക പഠിക്കുക. ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ് തീരത്തില്ല. ഇത് നിങ്ങൾ ഒരു കാര്യം, നമുക്ക് 4 ഓർഗാനിക് കെമിസ്ട്രിയും കൂടെ ചേർന്നൊരു ഏകദേശം ഒരു 32 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. സ്വാർട്സ് റിയാക്ഷൻസ്, ഡാർസൻസ് പ്രോസസ്, ഫിംഗിൾസ്റ്റീൻ പ്രോസസ്, സാൻഡ് മേസ് റിയാക്ഷൻ, ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, സെറ്റ്സിഫ് റൂള്, മാർക്കോ നിക്കോ റൂള്, ആൻറ്റി മാർക്കോ നിക്കോ റൂള്, കോപ്സ് റിയാക്ഷൻ, കോപ്സ് ഇലക്ട്രോളിസിസ്, ഡീകാർബോസിലേഷൻ, ദെൻ ആൾഡോൾ കണ്ടൻസേഷൻ, ഫിലിങ്സ് ടെസ്റ്റ്, ടോളൻസ് ടെസ്റ്റ്, കാനിസാറോ ടെസ്റ്റ്, ഐഡഫോൺ ടെസ്റ്റ്, ഗബ്രിയേൽ താലിബൻ റിയാക്ഷൻ, ഹെൽവോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ, വുൾഫ് കിഷ്ണർ റിഡക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ, ഹോഫ്മാൻ ബ്രോമോമെഡ് റിയാക്ഷൻ, ദെൻ ഹിൻസ്ബർഗ് ടെസ്റ്റ്, ലുക്കാസ് ടെസ്റ്റ്, ആൾഡോൾ കണ്ടൻസേഷൻ, ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ, വില്യംസൺ സിന്തസിസ്, ഇനിയുണ്ട് ഇറ്റാറ്റ്സ് റിയാക്ഷൻ, റോസൻമൺസ് റിഡക്ഷൻ, സോഫ. ഇങ്ങനെ ഒരു 32ഓളം നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. ഇതൊരു പേപ്പറിൽ എഴുതി വെക്കണം. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്ത് തരാം. അത് എല്ലാ ദിവസവും ഒരു 5-5 റിയാക്ഷൻ വെച്ച് നിങ്ങൾ പഠിക്കണം. നെയിംഡ് റിയാക്ഷൻ അതിന് ഞാനൊരു സ്പേസ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ നമുക്ക് ഹാലോ ആൽക്കെ ഹാലോ അരീൻസ് 1 മണിക്കൂർ പഠിക്കുക, തീർത്ത് പഠിക്കണ്ട. എൻ്റെ 12 മണി മുതൽ 1 മണി വരെ, 12 മണി മുതൽ 1 മണി വരെ. ഓക്കെ, നമുക്കൊരു കുഞ്ഞു ചാപ്റ്റർ പഠിച്ചാലോ? ആ കുഞ്ഞു ചാപ്റ്ററിൻ്റെ പേരാണ് സൊല്യൂഷൻ. അത്ര കുഞ്ഞൊന്നുമല്ല കേട്ടോ. സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണേ. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഞാൻ ഒരു ചാപ്റ്ററിൻ്റെ പോർഷൻസ് എഴുതി തന്നുള്ളൂ. നിങ്ങൾ കെമിസ്ട്രിയിൽ കുറച്ചും കൂടെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, പോർഷൻസ് എഴുതി വെച്ച് തന്നെ പഠിക്കുക. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷനിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സൊല്യൂഷൻ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പഠിക്കുക. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്
അതല്ല ഇനിയും സമയം കിട്ടുന്നുണ്ട്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ കഴിഞ്ഞ് നിങ്ങൾ അതിൽ പഠിക്കേണ്ടത് പിന്നെന്താണ് നമ്മളെ ഹെൻറീസ് ലായും അവൻ്റെ ആപ്ലിക്കേഷനും പഠിക്കാം. ഹെൻറീസ് ലോയും അതിനെന്ത് പഠിക്കുക, ഹെൻറീസ് ലാ, പിന്നെ അതിൻ്റെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ പഠിക്കുക, ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലാ പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ബ്രേക്കൊക്കെ എടുത്ത് 2:30 തിരിച്ചു വരിക. 2:30 to ഒരു 3:15 വരെ റാവോൾസ് ലാ പഠിക്കുക. ഐഡിയൽ സൊല്യൂഷൻ പഠിക്കുക. റാവോൾസ് ലായും ഐഡിയൽ സൊല്യൂഷനും പഠിക്കുക. അത് കഴിഞ്ഞ് ഇത്രയും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ? എടുത്തല്ലോ. ഓക്കെ, അത് കഴിഞ്ഞൊരു 3:30 മുതൽ 4:30 വരെ നിങ്ങൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ പഠിക്കുക. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും വിത്ത് എക്സാമ്പിൾസ്, ഫുൾ എക്സാമ്പിൾസും പഠിക്കണം, വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, then ചായ കുടിക്കുന്ന സ്വഭാവമുള്ളവർ ചായ കുടിക്കുക. ഇതിൻ്റെയൊക്കെ ഇടയിൽ വേറെയൊക്കെ ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കെമിസ്ട്രി ടൈം ടേബിൾ തന്നെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി മാത്രം ദിവസം പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സെക്ഷൻ കട്ട് ചെയ്ത് അതിലോട്ട് ഫിസിക്സോ മാത്സോ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നിങ്ങൾ ടോപ്പിക്കും കൂടെ എഴുതി വെച്ച് പഠിക്കുക, ബെറ്ററാണ്. നിങ്ങളെ നോട്ട് എടുത്ത് വെച്ചിട്ട് ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് മിസ്സാകുന്നെങ്കിൽ എഴുതി ചേർത്തോടെ കേട്ടോ. ഞാനിപ്പം പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു. അപ്പം ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടല്ല വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഏതെങ്കിലും മിസ്സാകുകയാണ് നിങ്ങൾ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തോണം കേട്ടോ. 4:45 മുതൽ 5:45 വരെ. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷനായി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തീരത്തില്ല. 6 മണി മുതൽ 6:45 വരെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഇത് പഠി, 2 പഠി. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഇവിടെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠി. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അവിടെ പഠി. 6 മണി മുതൽ 6:45 വരെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും റിവേഴ്സ് ഓസ്മോട്ടിക് പ്രഷറും പഠിക്കാം. ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുമ്പോൾ അവിടെ റിവേഴ്സ് ഓസ്മോസിസ് പഠിച്ചാലേ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കാൻ പറ്റൂ. അതും കൂടെ പഠിക്കുക കേട്ടോ. ഫ്രീസിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും ഓസ്മോട്ടിക് പ്രഷറും പഠിക്കാം. ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് പഠിക്കണം കേട്ടോ. അതും കൂടെ പഠിച്ചിട്ട് പോവാം. റിവേഴ്സ് ഓസ്മോസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പഠിക്കുക. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് റിവേഴ്സ് ഓസ്മോസിൻ്റെ ആപ്ലിക്കേഷൻ. അതും കൂടെ പഠിക്കുക കേട്ടോ. എൻ്റെ രാത്രി 7 മുതൽ 7:45 PM. ഓരോന്ന് പഠിക്കുന്നതിലും 15 മിനിറ്റ് ബ്രേക്ക് എടുത്തേ പഠിക്കാം. എപ്പോഴും പഠിക്കുമ്പോൾ ബ്രേക്ക് എടുത്തേ പഠിക്കാം. 7 മണി മുതൽ 7:45 മണി വരെ നിങ്ങൾ റിവേഴ്സ് ഓസ്മോസ് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കുറച്ച് മെരിറ്റ്സും ആപ്ലിക്കേഷൻസും ഉണ്ട്, അത് പഠിക്കാം കേട്ടോ. കുറച്ചുണ്ട്. അത് കഴിഞ്ഞ് ഒരു 8 മണി മുതൽ 8:45 വരെ അബ്നോർമൽ മോളാർ മാസും പിന്നെ വാൻ ഹോഫ് ഫാക്ടറും പഠിക്കുക. അസോസിയേഷൻ ഡിസോസിയേഷൻ ഒക്കെ അതിൽ വരും കേട്ടോ. ചാപ്റ്റർ ഇതോടുകൂടി തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ദിവസം എത്ര ചാപ്റ്റർ പഠിച്ചു? 2 ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. കെമിക്കൽ കാനറ്റിക്സും സൊല്യൂഷൻസും നിങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഹാലോ ആൽക്കൻ ആൻഡ് ഹാലോ അരിയൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഒന്നും അറിയാത്ത കുട്ടികൾക്കാണ് ഇത്രയും ടൈം എടുക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് അറിയാമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈ 1 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല, 3/4 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ച് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സമയം മിച്ചം വരും. ഞാൻ ഏറ്റവും മാക്സിമം സമയം ഒന്നും അറിയാത്ത കുട്ടി കിട്ടിക്കുന്ന ടൈമാണ് ഇത്. നിങ്ങൾ ഒരുവിധം അറിയാമായിരിക്കും ഈ ചാപ്റ്ററൊക്കെ തുടക്കത്തിലെ കുട്ടികൾക്ക്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പം വേറെ ചാപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. 8:45 വരെ പഠിച്ച് തീർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പഠിക്കാം. എൻ്റെ ഫുഡ് കഴിച്ചിട്ട് 9:30 വാ. 9:30 മുതൽ 10:30 വരെ ഇന്ന് പഠിച്ച് ഇത്രയും പോർഷൻസ് ഒന്നേന്ന് റിവൈസ് ചെയ്യുക. റിവിഷൻ. കെമിസ്ട്രിയുടെ PYക്ക് 2 ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി. റിവിഷൻ ചെയ്ത് 10:30 മുതൽ 11:30 വരെ ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിംഡ് റിയാക്ഷൻ പറ്റുന്ന ഒരു 10 എണ്ണമെങ്കിലും പഠിക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിംഡ് റിയാക്ഷൻ പഠിച്ചിട്ട് കിടന്നുറങ്ങുക. 32 നെയിംഡ് റിയാക്ഷനിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുക സെപ്പറേറ്റ് ചെയ്ത്. അത് എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ വെച്ച് നെയിംഡ് റിയാക്ഷൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. 32 നെയിംഡ് റിയാക്ഷനിൽ ഒരു 6-7 നെയിംഡ് റിയാക്ഷൻ കിട്ടി. ഇന്ന് ഒരു 10 to 15 മാർക്കിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എക്സാമിന്. വെറുതെ കിട്ടുന്ന 32 റിയാക്ഷൻ പഠിച്ചാൽ 10 to 15 മാർക്ക് കിട്ടും. അത് എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അതാ ദിവസം പഠിച്ച ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക.
എന്നിട്ട് 2 ദിവസം കൂടുമ്പോൾ 2 ദിവസം പഠിച്ച ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. ഒരു 3-4 പ്രാവശ്യം എന്ത് ചെയ്യുക, റിവിഷൻ കൊടുക്കുക. ഇങ്ങനെ ഇതാണ് ഒരു ദിവസത്തെ സിംഗിൾ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഓരോ സെക്ഷനും പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. അനാവശ്യമായിട്ട് മൊബൈൽ യൂസ് ചെയ്യരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോസ് ഇട്ട് തരും. ലൈവ് ക്ലാസ്സുകൾ ഇതിൻ്റെ ഇടയിൽ തരാം, ആവശ്യമുള്ളവർ പഠിക്കുക. ഈ ലൈവ് എന്ന് പറഞ്ഞ് മാരത്തോൺ ലൈവ് ഒന്നും തരത്തില്ല, എനിക്ക് അങ്ങനെ പിടിച്ചിരുത്തണം ഇഷ്ടമില്ല. അറിയാത്ത കുട്ടികൾ മാത്രം ലൈവിലേക്ക് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിക് അറിയാം. ദയവ് ചെയ്ത് നിങ്ങൾ ലൈവ് ഒന്നും കാണണ്ട. അറിയാത്ത ടോപ്പിക്കുള്ളപ്പോൾ ലൈവിൽ കയറി കാണുക. നിങ്ങൾ ഇത് പഠിക്കുക, ഡൗട്ട് വരുമ്പോൾ വന്ന് കാണുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു 3 ദിവസം, ഇപ്പം ഞാൻ ഫസ്റ്റ് ദിവസമാണ് ആയതുകൊണ്ട് ഇത്രയും പോർഷൻസിന് ഇത്രയും ടൈം എടുക്കുന്നത്. അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങളെ കുറച്ചും കൂടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റും, കോൺഫിഡൻസ് ബിൽഡാവും. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് 3 ചാപ്റ്റർ തീർക്കാൻ പറ്റും. ഓക്കെ, 3 ചാപ്റ്റർ. ഹാലോ ആൽക്കിനെ ഹാലോ അലയൻസ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇവിടെ തുടങ്ങി വെച്ചു 1 മണിക്കൂർ. ഇത് അടുത്ത ദിവസം വേണ്ടി 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് ഹാലോ ആൽക്കെ ഹാലോ അലയൻസ് ഒക്കെ നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. അങ്ങനെ ഈ മോഡൽ എക്സാമിന് മുമ്പ് തന്നെ കെമിസ്ട്രി തീർത്തിട്ടേ പോവാം. ഓക്കെ, കെമിസ്ട്രി തീർത്ത് ഫുൾ പഠിച്ചിട്ടേ പോകും. കാരണം മെയിൻ എക്സാമിന് സമയമില്ല. മോഡലിന് മുമ്പ് കെമിസ്ട്രി തീർത്ത് പഠിച്ചിട്ട് വേണം പോകാൻ. ക്ലിയർ? ഇതാണ് ഒരു 1 ഡേ ടൈം ടേബിൾ. അപ്പം ഇതുപോലെ ടോപ്പിക്ക് എഴുതി വെച്ച് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ഇത് തീർന്നതിന് ശേഷം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ എന്ന്. ഈ രീതിയിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാനത് ഇങ്ങനെ എടുത്താൽ നിങ്ങൾ നല്ല സമയമാകും ചാനലിൽ. അപ്പോൾ ഞാൻ ടോപ്പിക്ക് വൈസ് ടൈം സെറ്റ് ചെയ്ത് ടോപ്പിക് വൈസ് ഉള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാനപ്പോൾ എല്ലാ ടോപ്പിക്കും മിസ്സാകാതെ ടോപ്പിക്ക് എഴുതി ടൈം സെറ്റ് ചെയ്ത് ഡേറ്റ് ഇട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അതിന് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ മാറ്റിക്കും. ക്ലിയർ? അപ്പം +2 നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ തരയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് തരും. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് മാക്സിമം കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. ഇതേപോലത്തെ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ദെൻ ബൈ.